തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം LDFന് അപ്രതീക്ഷിതമായ തിരിച്ചടിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. വിശദമായ പരിശോധന എല്ലാ തലത്തിലും നടത്തി ആവശ്യമായ തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് തിരിച്ചടികളെ അതിജീവിക്കും. പരസ്യമായതും രഹസ്യമായതുമായ നീക്കുപോക്ക് UDF വർഗീയ ശക്തികളുമായി ഉണ്ടാക്കിയെന്നും ഗോവിന്ദൻ മാസ്റ്റർ വിമർശിച്ചു. 2010 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 6 ജില്ലാ പഞ്ചായത്തിൽ മാത്രമാണ് LDFന് വിജയിക്കാൻ സാധിച്ചത്. അത്തരം ഒരു സാഹചര്യത്തിൽ നിന്ന് പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റിനാണ് ഭരണം നഷ്ടമായത്. അതുകൊണ്ട് LDFന്റെ അടിത്തറ തകർന്നു എന്ന തരത്തിൽ ചിലർ നടത്തുന്ന പ്രചാരവേല വിലപ്പോകില്ല. തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് തിരിച്ചടികളെ അതിജീവിച്ച അനുഭവം LDFിലുണ്ടെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് LDFന് ഉണ്ടായിട്ടുള്ളത്. ഈ സംബന്ധിച്ച് വിശദമായ പരിശോധന എല്ലാ തലത്തിലും നടത്തി ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നാണ് റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം തന്നെ പറയാനുള്ള കാര്യം. LDFന്റെ അടിത്തറ തകർന്നിരിക്കുന്നു എന്ന് പ്രചാരവേല ചിലർ നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. പരസ്യമായതും രഹസ്യമായതുമായ നീക്കുപോക്ക് UDF വർഗീയ ശക്തികളുമായി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കി. പറവൂർ നഗരസഭയിൽ മത്സരിച്ച CPIM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേതുമാധവൻ അവിടെ BJP സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്. ഞങ്ങൾ ജയിക്കാൻ സാധ്യതയുള്ളൊരു ഒന്നായിരുന്നു. അവിടെ UDFന് 20 വോട്ട് മാത്രമാണ് കിട്ടിയത്. അപ്പോൾ എത്രത്തോളം വോട്ട് മാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. BJPക്ക് തിരുവനന്തപുരം നഗരത്തിൽ ജയിക്കാൻ സാധിച്ചു എന്നതിനപ്പുറത്തേക്ക് കാര്യമായ നേട്ടം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പന്തളം, പാലക്കാട് മുനിസിപ്പാലിറ്റികളിലാണ് BJP ജയിച്ചിരുന്നത്. 2 മുനിസിപ്പാലിറ്റികളിൽ. ശബരിമലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശം ഉൾക്കൊള്ളുന്നതാണ് ഈ പന്തളം മുനിസിപ്പാലിറ്റി. അവിടെ ഇപ്പോൾ LDF ജയിച്ചിരിക്കുകയാണ്. സമാനതകളില്ലാത്ത നേട്ടങ്ങളാണ് സംസ്ഥാന സർക്കാർ കേരളത്തിന് നൽകിയിട്ടുള്ളത്. ഇത് എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല എന്നതടക്കം വിശദമായി പരിശോധിക്കും. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കി ശക്തമായി മുന്നോട്ടു പോകാനാണ് പാർട്ടി തീരുമാനമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.